ഹായ്, ഇന്നത്തെ സ്റ്റോറി പ്രൈമറിലി ഒരു പാരൻസിന് വേണ്ടി ചെയ്യുന്ന സ്റ്റോറിയാണ്. നമ്മുടെ ഇടയിൽ പല പാരൻസും കുട്ടികളോട് വളരെ ദേഷ്യപ്പെട്ടും ഒച്ചയെടുത്തും പല കാര്യങ്ങളും പറയാറുണ്ട്. കാരണം കുട്ടികൾ ചെയ്യുന്ന ഓരോ തെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അന്നേരം പല പാരൻസിൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ മാത്രമാണ് കുട്ടികൾക്ക് അവരുടെ തലയിലേക്ക് അത് കറക്റ്റായിട്ട് കയറുള്ളത്, അവരിനി ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുള്ളൂ എന്നാണ്. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം അവർ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും പെട്ടെന്ന് അനുസരിക്കുകയും അവർ നല്ല രീതിയിലേക്ക് ആവുകയും ചെയ്യും. പക്ഷേ ആ ഒരു ചെയ്യുന്ന കാര്യം കൊണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടുന്നു, അവരുടെ മനസ്സിൽ അതൊന്നും ഒരു മുറിവായിട്ട് തന്നെ കിടക്കുന്നു. പക്ഷെ നമ്മളത് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇത് ഓവർ ദ ടൈം ആ മുറിവ് വലുതായി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ അവരോട് സോഫ്റ്റായിട്ട് പറയുന്നു, അവരോട് കൃത്യമായിട്ട് കാര്യം മനസ്സിലായെന്ന് ചോദിക്കുന്നു, ഇനി അത് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അത് റിപ്പീറ്റ് ചെയ്യില്ല, കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒരു അന്തരം വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും അവരുടെ മനസ്സിൽ അത് ചിലപ്പോൾ കൃത്യമായിട്ട് കിടക്കുകയും ഓവർ ദ ടൈം അവർ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അത് രക്ഷപ്പെട്ട് അവരൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനാണ് ഇന്നത്തെ സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്റ്റോറി എങ്ങനെയാണ്, രാം എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ, ബിസിനസ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന വർക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യമൊക്കെയാണ്. അപ്പോൾ നല്ല രീതിയിൽ കസ്റ്റമൈസുമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കേസാണ്. അത്യാവശ്യം നല്ലൊരു ഒരുപാട് നല്ല ബിസിനസ് ഉള്ള ഒരാളാണ്. അയാളുടെ പ്രൈം പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കൂടെയുള്ള ജോലിക്കാരായിക്കോട്ടെ, ഫാമിലി വൈഫായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ചെറിയ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അദ്ദേഹം ഭയങ്കര ഒച്ചയെടുത്ത് ദേഷ്യപ്പെട്ട് അവരോട് അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഒപ്റ്റിമൈസ് ആണ്, ഏറ്റവും പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മാത്രമേ ലൈഫിൽ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയ തെറ്റുകൾ പോലും എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഇന്ന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോനൊരു ചെറിയൊരു പേന എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ അതിന് പോലും അദ്ദേഹം ആ മോനെ വഴക്ക് പറയുമായിരുന്നു. എന്തോ ഇങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിക്കണ്ടേ, അത് പേന ഒടിഞ്ഞു പോകില്ല എന്നൊക്കെ പറഞ്ഞ്. ഈവൻ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ വൈഫ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയത് ശരിയായിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയും, ഞാൻ ഈ വീടിന് എന്തോരമാണ് കഷ്ടപ്പെടുന്നത്, എനിക്കൊരു നല്ല ഫുഡ് പോലും ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ഈവൻ അദ്ദേഹത്തിൻ്റെ വർക്ക് സൈറ്റിലാണെങ്കിലും പല തൊഴിലാളികളും കുറച്ചാൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ട് ഇട്ടിടും. കാരണം ചെറിയ തെറ്റിന് പോലും അദ്ദേഹം ഭയങ്കര ശക്തമായിട്ടാണ് അവരെ വഴക്ക് പറഞ്ഞിട്ടിരുന്നത്, അല്ലെങ്കിൽ ഒച്ചയെടുത്ത് വഴക്ക് പറയും അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇങ്ങനെ ഓൾമോസ്റ്റ് സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന ഒരു ദിവസം ഈ അദ്ദേഹത്തിൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അവൻ ഒരു സബ്ജക്റ്റിന് ഫെയിലായി. അപ്പോൾ അവന് വീട്ടിലേക്ക് പോകാൻ ഭയങ്കര പേടി. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും, ഒരുപാട് ശകാരിക്കുമെന്ന് അവൻ അറിയാവുന്ന കാരണം അവൻ അന്ന് സ്കൂളിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം സ്കൂളിൽ തന്നെ ഇരുന്നു. പിള്ളേരെല്ലാവരും പോയി, അവനോട് ഒറ്റയ്ക്കായി. ആ സമയത്താണ് സ്കൂൾ ലോക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ പ്യൂൺ വന്ന് ലോക്ക് ചെയ്ത് വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പയ്യൻ അവിടെ ഒളിച്ചിരിക്കുന്നത് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഇവനോട് വന്ന് ചോദിച്ചു, എന്താണ് വീട്ടിൽ പോകാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്യൂൺ പെട്ടെന്ന് അവിടുത്തെ പ്രിൻസിപ്പാളിനെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഇവൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ഹെഡ് മാസ്റ്റർ നല്ലൊരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, എല്ലാവരും ഒരുപോലെ എന്ത് തെറ്റ് കണ്ടാലും കൃത്യമായിട്ട് പറഞ്ഞവരെ മനസ്സിലാക്കുകയും അവരുടെ കൂടെ നിന്ന് സോൾവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്കില്ല് കൊണ്ട് മാത്രമാണ് ആ ഒരു സ്കൂൾ അവിടെ അത്രയും ഡെവലപ്പ് ചെയ്ത് വന്നതും അത്രയും പിള്ളേർ അവിടെ പഠിക്കാൻ വരുന്നതും എല്ലാ പിള്ളേർക്കും നല്ലൊരു ഗൈഡൻസ് കൊടുക്കും, മോട്ടിവേഷൻ കൊടുക്കും, അങ്ങനത്തെ ഒരു ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ മോനോട് കാര്യം ചോദിച്ചു. അപ്പോൾ മോൻ കാര്യം പറഞ്ഞു, അച്ഛൻ കഴിഞ്ഞ തവണ എനിക്കാണെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരുപാട് എന്നോട് ദേഷ്യപ്പെട്ടു, എനിക്കിപ്പോഴും അച്ഛൻ്റെ പേടിയാണ്, എനിക്കതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഈ തോറ്റ പേപ്പർ കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അച്ഛൻ എന്നെ ഒത്തിരി വഴക്ക് പറയും, എന്നെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ആ മകൻ ആ പ്രിൻസിപ്പാളിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ നിൻ്റെ കൂടെ വരാമെന്നും പറഞ്ഞ് ആ പ്രിൻസിപ്പാൾ ഇവനെ കൂട്ടിക്കണം അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ രാത്രിയായി തുടങ്ങി. അപ്പോൾ അവൻ കയറി വരണം കണ്ടപ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവൻ്റെ ആ വീടിൻ്റെ വാതിൽക്ക്. അച്ഛൻ അന്വേഷിക്കായിരുന്നു ഇവൻ അവിടെ പോയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇവൻ വന്നാണ്ടപ്പോൾ ഇവരെ കണ്ട വഴിയാണ് ഇവൻ്റെ ഒത്തിരി അങ്ങ് വഴക്ക് പറഞ്ഞു, ഇത്രയും ലേറ്റ് ആയില്ലേ, എവിടെ പോയി കിടക്കുമായിരുന്നു, ഇത്രയും ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, ഞങ്ങൾ എന്തോരം പേടിച്ചു എന്നറിയോ, ഒന്ന് നിങ്ങൾക്ക് നേരെ സമയത്ത് വന്നോളൂ, ഒത്തിരി അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അവനൊക്കെ പേടിച്ച് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പ്രിൻസിപ്പാൾ അകത്തേക്ക് കയറി വന്നു. അവരുടെ ഗേറ്റിൽ നിന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പുള്ളി അകത്തേക്ക് കയറി വന്നു. അപ്പോൾ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ ഈ ഫാദർ അത്യാവശ്യം ഒന്ന് ഇച്ചിരി ഒതുങ്ങിയപ്പോൾ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മോനോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്, അവൻ സ്കൂളിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ അവിടെ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു, അവന് പരീക്ഷ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞു, അവനൊരു വിഷയത്തിൽ ഫെയിൽ ആയിട്ടുണ്ട്, അത് നിങ്ങളോട് പറയാനുള്ള പേടി കൊണ്ടാണ് അവൻ അവിടെ സ്കൂളിൽ തന്നെ ഇരിക്കുമായിരുന്നു, പ്യൂൺ കണ്ടത് കാരണം അവനോട് കൊണ്ടുവരാൻ പറ്റി, അല്ലെങ്കിൽ പ്യൂൺ ലോക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കാതെ ലോക്ക് ചെയ്തായിരുന്നെങ്കിൽ മോൻ ഇന്ന് സ്കൂളിൽ തന്നെ പെട്ട് കിടന്നേനെ. അപ്പോൾ നിങ്ങളിങ്ങനെ മോനോട് ഇത്രയും ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് പാരൻറ്റിനോട് കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി. കാരണം മോൻ ഇത്രയും പേടിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു
സിറ്റുവേഷനിലാണ് മോൻ വളർന്നു വരുന്നത് എന്നുള്ള കാര്യം ആ പാരൻറ്റിന് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഈ അച്ഛനെയും വിളിച്ചുകൊണ്ട് പുള്ളി ഭയങ്കര സോഫ്റ്റായിട്ട് കൂളായിട്ട് അച്ഛനിങ്ങനെ ദേഷ്യപ്പെട്ടെങ്കിലും ഈ ടീച്ചറെ ഭയങ്കര സോഫ്റ്റായിട്ടാണ് ആ പാരൻറ്റിനോടാണ് സംസാരിച്ചത്. കുട്ടിയോട് പറഞ്ഞു, കുട്ടിയോട് അകത്തേക്ക് പോകാൻ പറഞ്ഞു, അമ്മയോട് ഫുഡൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഭയങ്കര കൂളായിട്ട് അപ്പോൾ സംസാരിച്ചിട്ടുണ്ടപ്പോൾ ഈ പാരൻറ്റ് പ്രിൻസിപ്പാളിനോട് ചോദിച്ചു, സാർ ഇങ്ങനെ ഇത്ര കൂളായിട്ടൊക്കെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പിള്ളേരെ അത് ശ്രദ്ധിക്കുക, അവരത് മനസ്സിലാക്കുക, ഇത് തെറ്റൊക്കെ വീട്ടിൽ ചെയ്യത്തില്ലേ, സാർ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു ടാസ്ക് ചെയ്യാം, അടുത്ത ഒരാഴ്ചത്തേക്ക് നിങ്ങളൊരു ദിവസം എത്രത്തോളം ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഓരോ തവണ നിങ്ങളെ കുട്ടികളോടോ അല്ലെങ്കിൽ വൈഫിനോടോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ ആരെങ്കിലോടും എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണ ദേഷ്യപ്പെടുമ്പോൾ ഒരാണി അവിടെ ആ വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു പല കൊണ്ടുള്ള ഒരു കെട്ടുമതിലുണ്ടായിരുന്നു. ആ അതിനകത്തൊരു ആണി അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞാൻ നാളെ എന്തായാലും ചെയ്താൽ എത്രയും ദേഷ്യപ്പെട്ടെന്ന് എനിക്കറിയാം, ഞാൻ അധികം നേരം ദേഷ്യപ്പെടുന്നില്ല, മാക്സിമം 2-3 നേരമാണ് ഒരു ദിവസം ദേഷ്യപ്പെടുന്നതെന്നായിരുന്നു ആ പാരൻറ്റിൻ്റെ മറുപടി. പക്ഷെ പുള്ളി രാവിലെ വീട്ടിലൊരോണം എന്താ ആവശ്യം വന്നപ്പോൾ വൈഫിനോട് ദേഷ്യപ്പെട്ടു. അന്നേരം പുള്ളി അവിടെ കൊണ്ടൊരു വലിയൊരു ആണി അടിച്ചു വെച്ചു. കുറച്ച് സ്കൂളിൽ പോകുന്നത് മോനോട് എന്തോ ചെറിയ കാര്യത്തിൽ ദേഷ്യപ്പെട്ടു, അത് അടിച്ചു വെച്ചു. പുള്ളിയുടെ വർക്ക് സൈറ്റിൽ പോയപ്പോൾ 2-3 വട്ടം അങ്ങനെ അവരുടെ വർക്കേഴ്സിൻ്റെ അടുത്ത് ദേഷ്യപ്പെടണം വന്നു. അന്നൊരു ഉച്ചയുടെ ഒരു നല്ലൊരു ക്ലയൻറ്റിൻ്റെ പ്രോജക്റ്റ് മൊത്തം ഒരു കൊളായിപ്പോയി. അന്നേരം അതിന് ഈ വർക്കേഴ്സിനോട് ദേഷ്യപ്പെടണം വന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഏകദേശം ഒരു 15 കേസുകളോ അദ്ദേഹത്തിന് ആണി അടിക്കാണ്ട്, അങ്ങനെ 15 ആണിയോളം അദ്ദേഹം അടിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓക്കെ നാളെയെങ്കിലും ഇത് കുറച്ച് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു. പിറ്റേ ദിവസം ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ അദ്ദേഹം മാക്സിമം എല്ലാ കാര്യം കൺട്രോൾ ചെയ്ത്, ദേഷ്യം വന്നെങ്കിലും കൺട്രോൾ ചെയ്ത് പിടിച്ച് എന്തൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ 8 സന്ദർഭങ്ങൾ അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരം 8 ആണി അടിക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം കുറയ്ക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം വളരെ ഒരു ബാഡ് ഡേ ആയിരുന്നു. അദ്ദേഹം പലരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു, പല കാര്യങ്ങളും വന്നു. അന്ന് ഏകദേശം വീണ്ടും ഒരു 10-15 ആണി അടിക്കേണ്ടി വന്നു. അങ്ങനെ ആവറേജ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഒരു പല കൊണ്ടുള്ള ആ ഒരു മതിലിൽ ഏകദേശം ഒരു 60ഓളം ആണിയാണ് അടിച്ചു വെച്ചത് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഏകദേശം ഒരു ദിവസം ആവറേജ് ഒരു 10 ആണിയോളം ഒരു ആഴ്ചയിൽ ഒരു ദിവസം അടിക്കുന്നുണ്ട്, 10 ഓളം ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായത് 2-3 ഓളം എന്നുള്ളത് ഒത്തിരി ലോ ആണ്. അപ്പോൾ ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പോൾ അദ്ദേഹം ഈ ടീച്ചറിൻ്റെ അടുത്ത് വീണ്ടും ചെന്നു. ടീച്ചറോട് ചോദിച്ചു, ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇത്ര ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ ഓരോ ദേഷ്യപ്പെടുന്നവരോടും ഓരോ തവണ ഓരോ സോറി പറയുമ്പോഴോ അല്ലെങ്കിൽ അവരോട് കോംപ്രമൈസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരാണി പറിക്കാമെന്ന് പറഞ്ഞു. നിങ്ങളിത് എത്ര നാളുകൊണ്ടാണ് ഈ ആണി മൊത്തം പറിച്ചു തീർക്കണം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരാൾ ദേഷ്യപ്പെട്ടു, അറിയാതെ ദേഷ്യപ്പെട്ടു പോയി, അയാളുടെ പിന്നെ സോറി പറഞ്ഞു, ആണി കുറച്ചു. പിന്നെ അയാൾ വേറെ നല്ല കാര്യം ചെയ്ത ആളുടെ സോറി പറഞ്ഞു. അങ്ങനെ ആണികൾ കുറച്ചു. പല കാര്യങ്ങളും ദേഷ്യപ്പെട്ടതിന് അദ്ദേഹം സോറി പറയാൻ അദ്ദേഹത്തിന് ഈഹോ സമ്മതിക്കാത്തതിൽ വന്ന കേസുകളിലൊക്കെ ആണി അടിച്ചു കൂട്ടി. അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ അടുത്ത ആഴ്ച കഴിഞ്ഞത്തേക്കും ഏകദേശം ഒരു 50 ആണിയോളായി. 10 ആണിയോളം പുള്ളിക്ക് കുറയ്ക്കാൻ സാധിച്ചു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 10-20 ആണിയോളം പുള്ളിക്ക് കുറയ്ക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഇതിലൊരു 8-10 ആണി എന്നുള്ള അവസ്ഥയായി. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്യാനും ദേഷ്യം വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ദേഷ്യപ്പെടേണ്ട കാര്യമാണോ അല്ലയോ എന്ന് ആലോചിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹത്തിന് കൺട്രോൾ എത്താൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഫുള്ള് ആണികളെല്ലാം തീർത്തു. അദ്ദേഹം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ദേഷ്യം വന്നാലും ദേഷ്യമൊക്കെ അടക്കി മറ്റുള്ളവർ ഇമോഷൻസുകൾ ഒന്നുകൂടെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കമ്പാരിറ്റീവ്ലി കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്മൂത്തായിട്ട് വന്നു തുടങ്ങി. പക്ഷേ അന്നേരം ഈ ടീച്ചറിനോട് ഒന്ന് കാണാൻ ചോദിച്ചു. ടീച്ചറിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ആണികളെല്ലാം പറിച്ചു തീർത്തു, ഞാനിപ്പോൾ ആരോടും ദേഷ്യപ്പെടാറില്ല, ഇപ്പം എന്നെ അത്രയും കൂളാക്കിയതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമതിലുള്ള ആ പലതും നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് ചോദിച്ചു. ഇപ്പം പ്രത്യേകിച്ചും ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ അവിടെ ആണിയൊന്നുമില്ല, ഞാനിപ്പോൾ ആരോടും ദേഷ്യപ്പെടാറൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് അധികം പോകാറില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി ആ പലകയിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ചെന്ന് പലകയിലേക്ക് നോക്കിയപ്പോൾ ആ ആണി അടിച്ച തുളകളെല്ലാം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ആ ആണികളെല്ലാം മാറിയെങ്കിലും തുളകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ആ തുളകൾ കിടക്കുന്നുണ്ടെന്നുള്ളൂ, വേറെ പലകയ്ക്കോ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാക്കിയ ആ മുറിവുകളാണ് ഈ ഓരോ തുളകളും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകനോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ആണി പറിച്ചെടുത്തെങ്കിലും അവനോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറിയാലും അവൻ്റെ മനസ്സിൽ ആ മുറിവായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ മുറിവ് ഉണങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അത്രയും കൂടി എഫേർട്ട് എക്സ്ട്രാ എടുത്തിട്ട് വേണം അതൊന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു തടിയിലൊരു ഒരു തുള വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലോസ് ചെയ്യുന്ന പോലെ ക്ലോസ് ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങൾ അത്രയും കൂടി എഫേർട്ടിന് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്താണെങ്കിലും കുറേ കൂടെ സോഫ്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങി. കുറേ കാര്യങ്ങൾക്ക് അവൻ്റെ കൂടെ ഇരുന്ന് അവനെ ഹെൽപ്പ് ചെയ്ത് അവൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് സംസാരിച്ച് അവൻ ഓരോ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും അവനോട് നല്ല സ്മൂത്തായിട്ട് പറഞ്ഞു കൊടുത്ത് അവനെ കൊണ്ട് തന്നെ റെക്കവർ ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ ഓവർ ദ ടൈം ആ കൊച്ചിൻ്റെ പേടിയാണെങ്കിലും പയ്യെ മാറി തുടങ്ങി. അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം. പിന്നെ അവൻ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ അവന് ഉള്ളിൽ അവൻ്റെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, പേടിയില്ലാതെ പഠിക്കാൻ തുടങ്ങി. അവന് കുറച്ചുകൂടെ അവൻ കയറി വന്നു. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുമ്പോൾ ഒച്ചയെടുത്ത് പറഞ്ഞോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അവരോട് സോഫ്റ്റായിട്ട് പറഞ്ഞ് അവരോട് കാര്യം കൺവിൻസ് ചെയ്ത് അവരെ മുന്നോട്ട് ഹാൻഡ് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള പേടി കുറയും. അതനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് ഓവർ ദ ടൈം ചെയ്യുകയും ചെയ്യും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ നമ്മൾ ആദ്യം പറയുന്നത് നമ്മളോടായിരിക്കും. ഇത് പിള്ളേരുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൊളീഗ്സിൻ്റെ ഇടയിലും നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാവുന്നൊരു ചെറിയൊരു പ്രിൻസിപ്പിളാണിത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ബാക്കിയെല്ലാം ചെയ്ത വീഡിയോസിന് ലിങ്ക് കിടക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ സ്ഥിരം ദേഷ്യപ്പെടുന്ന ആൾക്കാരാരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ.